മതി, ഇതോടുകൂടി നിങ്ങൾ രണ്ടുപേരായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ മോനെ ഞാൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണെ കണ്ടുപിടിച്ചോളാം. ഇനി നീയായിട്ട് പെണ്ണെ കണ്ടുപിടിക്കാൻ വരണ്ട ബിന്ദു. ചേച്ചി എന്നെ അകത്തോട്ടൊന്ന് കയറ്റ്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാന്നേ. എന്റെ പൊന്നു ബിന്ദു, നീ പറഞ്ഞത് മനസ്സിലാക്കി ഞാൻ ആരാണെന്ന് മനസ്സിലാവാത്ത പരിപാടിക്കാണ് ഞാൻ. എന്റെ ബിന്ദു മതി. ചേച്ചി സത്യമായിട്ടും അവർക്ക് ഫാമിലി ആയിട്ട് വട്ടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി. അതൊക്കെ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ബിന്ദു നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇതിപ്പോൾ 100 മീറ്റർ ഓട്ടത്തിന് പണ്ട് ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഓട്ടത്തിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഓടി ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. ഇല്ലെങ്കിലാ എന്നാലും ചേച്ചി എന്നെ ഒറ്റക്കിട്ടിട്ട് പോയില്ലേ? ഇല്ലടി, ഞാൻ നിന്നെയും തോളത്തെടുത്ത് വെച്ചിട്ട് ഓടായിരുന്നു. അയ്യോ അതൊന്നും വേണ്ട, എന്നിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടി തല്ലിയലിച്ച് ഒരുമിച്ച് വീഴാൻ. ബിന്ദു നീ പോവാ നോക്കിയേ. ചേച്ചി എന്നാ അകത്തോട്ടൊന്ന് കയറ്റി ചേച്ചി. ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. നീ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ തട്ടാൻ വേണ്ടി ഓരോരോ ഊടായ്പ പിടിച്ച കല്യാണാലോചന കൊണ്ടുതന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചേച്ചി എന്റെ സിൻസിയാരിറ്റിയെ ചോദ്യം ചെയ്യരുത്. ആരോടൊക്കെ കള്ളം പറഞ്ഞാലും ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കരുതണ സുലി ചേച്ചിയോട് ഞാൻ കള്ളം പറയൂല. അകത്തോട്ട് കേറിക്കോട്ടെ ചേച്ചി. കേറ്. താങ്ക് യു ചേച്ചി. എന്നാലും വാസന്തി ആ നേരത്തെ എവിടെ പോയിന്നാവോ? ഒരാത്മാർത്ഥ ഇല്ലാത്താണ് ഈ വാസന്തി ചേച്ചി. അതല്ലേ നമ്മൾ ഒറ്റക്കാക്കി പോയി കളഞ്ഞത്. ആത്മാർത്ഥ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, അവളുടെ തടിതപ്പി പോയതായിരിക്കും. എന്നാലും ഫാമിലി ഫുള്ളായിട്ട് വട്ടാന്ന് എനിക്കറിയില്ലായിരുന്നു ചേച്ചി. ആരോ പറയണുണ്ടായിരുന്നു അച്ഛനും അമ്മക്കും മോൾക്കും ചെറിയ രീതിയിൽ ഡിപ്രഷൻ ഉണ്ടെന്ന്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ വട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു ചേച്ചി. നമുക്കങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലല്ലോ ചേച്ചി. അച്ഛനും അമ്മക്കും മോൾക്കും വട്ടുണ്ടെന്ന് പറയുമ്പോ ഫാമിലി ഫുള്ളായില്ലേ ബിന്ദു? അല്ല ചേച്ചി, ആ പെണ്ണിന്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയൊക്കെ കൂടി ചേർന്നാലേ ഫുൾ ഫാമിലി ആവുള്ളൂ. അതാണ് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും നീ ശരിക്കും അന്വേഷിക്കണമായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം കുടുക്കി ചാടി ഇരിക്കുകയല്ലേ, ഇനിയും കുടുക്കിലോട്ട് ചാടാൻ ഞങ്ങൾക്ക് വയ്യ എൻ്റെ ബിന്ദു. ചേച്ചി എനിക്ക് ഒരു ചാൻസും കൊടുത്താ നല്ല അടിപൊളി പെണ്ണിനെ ഞാൻ മോന് വേണ്ടി കൊണ്ടുതരാന്നേ. എൻ്റെ പൊന്നു ബിന്ദു വേണ്ട. എൻ്റെ മോന് ഇവിടെ കെട്ടാച്ചിറക്കായിട്ട് നിന്ന് പോയാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ബന്ധം കൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട. എൻ്റെ പൊന്നു ചേച്ചി എന്നെ ഇങ്ങനെ മിസ്അണ്ടർവെയർ ചെയ്യല്ലേ. മിസ്അണ്ടർവെയർ ചെയ്യും, അതുപോലത്തെ പണിയല്ലേ നീ എന്നോട് കാണിച്ചത്. ഇപ്പൊ 2ാം കെട്ടുകാരുടെ സീസണല്ലേ ചേച്ചി, അതുകൊണ്ട് കുറേ പ്രൊഫൈൽ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ നാളെ തന്നെ രാവിലെ തന്നെ വരാം. എൻ്റെ പൊന്നു ബിന്ദു, നാളെ എന്നല്ല ഇനി ഒരു കല്യാണ കേസായിട്ട് നീ ഇങ്ങോട്ട് വരണ്ടെന്നേ. എൻ്റെ പൊന്നു സുലിച്ചേച്ചിനെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ചേച്ചിയുടെ മോന് ഞാൻ നല്ല ബന്ധം അല്ലാണ്ട് മോശം ബന്ധം കൊണ്ടുവരുമോ? ഇതെനിക്കൊരു അബദ്ധം പറ്റിയാണ് ചേച്ചി. ഇനി ഇങ്ങനൊന്നും ഞാൻ ആവർത്തിക്കൂല. കരയണ്ട, കരയാൻ വേണ്ടി മാത്രം ഒന്നും പറഞ്ഞല്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. കരയാതിരി. മതിയടി കരയല്ലേ, ആൾക്കാർ കേൾക്കുമല്ലോ തമ്പുരാനെ. നീ എന്നെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണണേന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പറയണ നിർത്ത് കരച്ചില്. എന്റെ സുലു, നിന്റെ കഷ്ടകാലം തുടങ്ങിയിട്ടാ അവള് ദേ വന്നിട്ട് ഇങ്ങോട്ട്. ആര്? അവള് മോഹിനി, നിന്റെ മോന്റെ മോഹു. നീ കണ്ട അവളാ? അവള് തന്നെയാണോടി? ഞാൻ കണ്ടാന്നേ. അവള് നടന്നു വരുന്നുണ്ട്, ഒരു വെള്ള കാറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ റൂട്ടിൽ കൂടെ നടന്നു വരുന്നുണ്ട്. ഞാനാണെങ്കിൽ അവളെ കണ്ട പാടെ കണ്ടം വഴി ഇറങ്ങി ഓടി ഇങ്ങോട്ട് എത്തിയതാണ് നിന്നോട് പറയാനായിട്ട്. അവളെന്തിനാണെന്നാവും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? എടി നിന്റെ മോൻ ഇവിടെ ഉണ്ടാ? ഭാഗ്യം അവനിവിടെ ഇല്ല. 2 ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് പോയേക്കാണ് തിരുവനന്തപുരത്ത്. അത് നന്നായി. ചിലപ്പോ അവന് സഹതാപം തോന്നിട്ട് അവൻ വിളിച്ച് കയറ്റിയനെ. നീ പെരക്കകത്ത് അവളെ കയറ്റരുതിട്ടാ. പെരക്കകത്താ, ഈ പറമ്പി കയറ്റൂല ഞാൻ അവളെ.
അമ്മേ, മോഹു എത്തിട്ടാ. ആരടി നിന്റെ അമ്മ? അയ്യോ, ഞാനത് മറന്ന്. അമ്മക്ക് അമ്മാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, തള്ളയെന്ന് വിളിച്ചാലും ഇഷ്ടപ്പെടൂ. എടി, എന്റെ വീടിന്റെ 7 അയലത്ത് നീ വന്നു പോരുത്. നീ എന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചാണ് നിന്ന. ആഹാ, തള്ളക്ക് നല്ല വായൽനാക്കൊക്കെ ഉണ്ടല്ലോ. അത് ഈ മോഹിന്റെ അടുത്ത് എടുത്തുണ്ടാ. മോളെ മോഹിനി, അന്നും നിന്നെ ഈ വീട്ടിൽ സപ്പോർട്ട് ചെയ്തത് ഞാനായിരുന്നു. പക്ഷെ നീ കാണിച്ചത് ഒരുമാതിരി പോക്കിത്തരായി പോയി. എന്റെ പൊന്നി ചേച്ചി, കൂടെ കിടക്കണവർക്കാരെ അപ്പനി അറിയൂന്ന് കേട്ടിട്ടുണ്ടാ? അതുപോലെയാണ് ഇവരുടെ മോനെ. ഭയങ്കര ടോക്സിക്കാണ്. ഒരു സമാധാനവും സന്തോഷം തരാത്തൊരു ജന്തുവാണ്. ഇവരുടെ മോന്റെ കൂടെ ഞാൻ എന്നിറങ്ങി വന്ന് അന്ന് തുടങ്ങിയാണ് എൻ്റെ കഷ്ടകാലം. അത് പറഞ്ഞാൽ മതിയല്ല. അല്ല മോളെ മോഹിനി, നീ ആരുടെ ഒപ്പമാണ് ഒളിച്ചോടി പോയത്? ഞങ്ങൾ വിചാരിച്ചത് മറ്റേ ദുബായ് ബേബി മോളുടെ ഭർത്താവിൻ്റെ ഒപ്പമാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അയ്യേ, ആ മാങ്ങാണ്ടി മോറിന്റെ കൂടെയാ? പിന്നെ ആരുടെ ഒപ്പമാണ് അപ്പൊ പോയത്? അതൊക്കെ ഞാൻ പറയാ. ഇപ്പൊ ഞാൻ അകത്തോട്ടൊന്ന് കയറട്ടെ. എന്റെ വീടിന്റെ അകത്തോട്ട് നീ കേറി പോരുത്. ആഹാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറി, ബാക്കി ഞാൻ കാട്ടിത്തരാം. എനിക്ക് ധൈര്യത്തിന് ഒരു കുറവില്ല. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മോൻ്റെ ഒപ്പം ഞാൻ ഇറങ്ങി പോകുന്നത്. ഒരു മെച്യൂരിറ്റി ഇല്ല, ഒരു സ്നേഹവും ഇല്ല, ഒരു സാധനവും ഇല്ലാത്ത മോൻ. എന്തിനാണ് മോഹിനി പിന്നെ ഇങ്ങോട്ട് വന്നത്? നീയായിട്ട് കളഞ്ഞുകൊണ്ടുപോയ ബന്ധമല്ലേ? പിന്നെയും ബന്ധം പുതുക്കാൻ വേണ്ടി എന്തിനാണ് മോളെ ഇങ്ങോട്ട് വന്നത്? ആ, ഞാനേ പഴയ ബന്ധം പുതുക്കാൻ വന്നതല്ല. എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതെടുക്കാൻ വന്നതാ. ഓ, അതെടുക്കാൻ വന്നാണോ? വരണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ ആ പേപ്പർ ഇല്ലാണ്ട് എനിക്ക് ബോംബെയിലോട്ട് പോകാൻ പറ്റൂല. അതാ. മോക്കിപ്പോ അപ്പൊ ബോംബെയിലാണോ ജോലി? അല്ലേ ചേച്ചി, എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവേ ബോംബെയിൽ തുണിക്കട നടത്തേണ്. അപ്പൊ എനിക്ക് ഈ പേപ്പറൊക്കെ വേണം, എന്നാലേ ചേട്ടൻ്റെ ഒപ്പം അങ്ങോട്ട് പോകാൻ പറ്റുള്ളേ. എന്റെ സാധനങ്ങളൊക്കെ ഞാൻ അന്നേ ഒരു കവറിൽ കിട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അകത്തൊരു സാധനവും ഇല്ലത്, ആ കവറിനകത്ത് ഉണ്ടല്ല. ഓ, ഞാൻ ഇവിടുന്ന് പോയപ്പോ തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കവറിൽ കെട്ടി വെച്ചല്ലേ. ആ, കെട്ടിപ്പൂട്ടി വെക്കാനായിട്ട് നീ ദുബായിലൊന്നും പോയതല്ലേ, ഒളിച്ചോടി പോയതല്ലേ? ആ, എന്റെ പുണ്യം കൊണ്ടാണ് ഞാൻ അത് അവിടെയെങ്കിലും കെട്ടിവെച്ചത്. അവൻ പറഞ്ഞാണ് എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞേ, അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ. ആ, എല്ലാം ഉണ്ട്. അല്ല മോഹിനി, ഇപ്പോഴും നീ ആരുടെ ഒപ്പമാണ് പോയെന്ന് പറഞ്ഞില്ലല്ല. എൻ്റെ ആളെ ചേച്ചിക്ക് അറിയില്ലെങ്കിലേ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. എനിക്കും അറിയോ? അതാരാണ് സുധി ചേച്ചി? ആവോ, ആർക്കറിയാം? മോഹിനി, ആളുടെ പേരൊന്ന് പറഞ്ഞേ. ചിലപ്പോ പേര് പറഞ്ഞാ സുലി ചേച്ചിക്കും ബിന്ദുവിനും ചിലപ്പോ മനസ്സിലാവും. സുമേഷ്. സുമേഷ? സുമേഷ? തറയിൽ സുമേഷ്. ആ, മനസ്സിലായി മനസ്സിലായി. നമ്മൾ ഇന്നലെ കാണാൻ പോയ തറയിൽ സുഗന്ധിയുടെ ചേട്ടൻ സുമേഷ്, അതല്ലേ? യാ, അത് തന്നെ. നിങ്ങൾ ഇന്നലെ അവിടെ അവളെ പെണ്ണ് കാണാൻ വന്നെന്നും അത് നടക്കാണ്ടായപ്പോ എൻ്റെ മിലിറ്ററി അമ്മായിയച്ഛൻ നിങ്ങൾ അടിച്ചോടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ പേടിച്ചോടണത് ഞാൻ CCTV കണ്ട്. ഓ, അപ്പൊ അവിടുത്തെ പുതിയ മരുമോള് ഇവളാണല്ലേ? ഈ നാശിച്ച വീട്ടിൽ നിന്ന് എന്ന് ഞാൻ ഇറങ്ങി അന്നാണ് എനിക്കൊരു സമാധാന സന്തോഷം കിട്ടിയത്. നല്ല അച്ഛൻ, നല്ല അമ്മ, ഒന്നാന്തരം ഒരു നാത്ത്. ആ, അത് ശരിയാണ്. അല്ല, ഈ സുമേഷിനെ എങ്ങനെ പരിചയപ്പെട്ടാണ് മോഹിനി മോളെ? ഞങ്ങള് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. 2 ദിവസം ചാറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ വൈബ് ശരിക്കും ഒരേപോലെ ഞങ്ങൾക്ക് മനസ്സിലായി. അതാ ഞാൻ 3-ാമത്തെ ദിവസം ഒളിച്ചോടിപ്പോയത്. ഈ കാലൻ്റെ ഒപ്പം ജീവിച്ച എൻ്റെ ജീവിതം തീർന്നേനെ ചേച്ചി. സുമേഷ് ചേട്ടൻ നല്ല സ്നേഹ. എന്നാ പോട്ടെ, എന്നെ കാത്ത ഈ സുമേഷ് ചേട്ടൻ ആ പറമ്പിൽ കാത്തു വെക്കണുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. എന്നാ പോട്ടെ അമ്മേ. എവിടെ പോയാലും നന്നായിട്ട് ജീവിക്കും മോളെ. ആ,
എൻ്റെ സുലു ചേച്ചി അപ്രാന്തുള്ള വീട്ടിലോട്ടാണുള്ള സുലു ചേച്ചിയുടെ ഓൾഡ് മരുമോള് പോയേക്കണത്. നമുക്ക് അവളോട് പോയി വേഗം കാര്യം പറഞ്ഞാലാ? എന്തിന്? അവളെ അനുഭവിക്കണം. കുറെ ആൾക്കാരുടെ ജീവിതം ഇതേപോലെ തുലച്ചല്ലേ. ആ പിള്ളേരുടെ ശാപമൊക്കെ കിട്ടാതിരിക്കോ? അവളുടെ വിചാരം അവൾക്ക് കിട്ടിയത് പൊന്നാണെന്നാണ്, മുക്കാണെന്ന് കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലാവും. അതുപോലത്തെ ഒരു വീട്ടിൽ തന്നെ അവൾ ചെന്ന് കയറണം. നന്നായി അത്. കേട്ടിട്ടില്ലേ, വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവൂന്ന്? അത് തന്നെയായിരിക്കും അവർക്കും വെച്ചേക്കണ വിധി. എന്താണ് ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാടി രമണി. ഇതേപോലെ പറഞ്ഞാലേ നിനക്ക് ആ കണക്ഷൻ മനസ്സിലാവൂല. വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായത്. എൻ്റെ ഭഗവാനേ.